ഞാനേ യൂട്യൂബിൽ ഇതാ ഒരു കണ്ടന്റ് ക്രിയേറ്ററിനുണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട്. മുഹമ്മദിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുഹമ്മദിന് 2 യൂട്യൂബ് ചാനലുണ്ട്. രാജി, ഒരു യൂട്യൂബ് ചാനലിൽ മുഹമ്മദ് ഭയങ്കര പോളിഷ്ഡ് കണ്ടന്റ് ഉണ്ടാക്കണം. വേറെ ഒരു ചാനല് മുഹമ്മദ് എന്നിട്ട് ക്യാപിറ്റൽ അക്ഷരത്തിൽ RAW, അവിടെ റോ ഫൂട്ടേജ് മുഹമ്മദ് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് നീച്ചു വന്നിട്ട് പറഞ്ഞ മറ്റേ ഇതിൽ പറഞ്ഞ അടങ്ങാറാക്കിയാലോ ബാക്കിലോ മുഹമ്മദിന്റെ റോ ഫുട്ടേജ് ആക്സിഡന്റ് അല്ല മൂപ്പരത്ത് എന്താ ഹാർപ്പിക്ക് വീണ അപ്പൊ ഹാർപ്പിക്കിനോട് മൂപ്പര് പോയേനു ആ സൈഡില് കാലത്ത്. അപ്പൊ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം 2 കണ്ടന്റ് ഇതാണ്. ഒരെണ്ണത്തില് മുഹമ്മദ് പിന്നെ ഭയങ്കര മുഹമ്മദ് ഇങ്ങനെ നീച്ചു വന്നിട്ട് ഒന്നുമില്ല, തമ്പനയിലൊന്നുമില്ല, അവന്റെ പെരയിലൊന്ന് നീച്ചു വന്നിട്ട് അന്ന് അവനക്ക് ഉറക്കത്തുനിന്ന് മേ ബി ഉറക്കത്തുനിന്ന് നീച്ചു വരുമ്പോൾ അവന്റെ തോട്ട്സ് ആകാരം ഷെയർ ഉണ്ടാവും. സംഭവം കണ്ടന്റ് സെയിം ആണ്. ഓന് എന്താ പറയാ ഈ എന്താണ് ഓണ്ടർപ്രണർഷിപ്പില് ഈ മാനിഫെസ്റ്റേഷൻ എങ്ങനെ. മുഹമ്മദ് US സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു അറബ് വംശജനാണ്. അപ്പൊ അതൊക്കെയാണ് മൂപ്പര് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മൂപ്പര് റോ ഫുട്ടേജ് അതൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നി. എന്തുകൊണ്ട് എനിക്ക് 2 പിന്നെ പറ്റിക്കൂടാ, എന്താണ് 2 കണ്ടന്റ് ചാനൽ. റാഷിദ് അമ്മാവറാൻ റോ, ഇപ്പുറത്ത് റാഷിദ് അമ്മാവറാൻ പോളിഷ്ഡ് കണ്ടന്റ്. അങ്ങനല്ല, അവിടെ സെയിം കണ്ടന്റ് ഒക്കെ തന്നെ കയറാം. ഇതിലാണ് തോന്നിയ മാതിരിയാണ് വർത്താനം പറയാം. അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല. മറ്റൊടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ടീം ബിൽഡ് ചെയ്യാന്നുള്ളതിനാണ്. ഇന്നേരം ഇവിടേക്ക് വരുമ്പോ ഇത് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ലേസി റാഷിദ് അമ്മാവറാൻ വിത്ത് ഫ്രണ്ട്സ് അല്ല വാട്ട് എവർ കണ്ടന്റ്, മുഖമൊന്നും ഒന്ന് കഴുകുക അങ്ങനല്ല, എന്താ പറയുക, നമ്മൾ പ്രിപ്പയർഡ് ആവാതെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞത് അങ്ങനത്തെ കണ്ടന്റ്. അതാകുമ്പോ അതിന്റെ ഒരു ബ്യൂട്ടി എന്താ വെച്ചാല് നമ്മൾ തോട്ട്സ് ഡംപ് ചെയ്യാനോ. പിന്നെ നമ്മൾ വൺസ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താൽ ഞാൻ അതിൽ കണ്ട ഓൻ്റെ ഇതിൽ സിസ്റ്റം കണ്ടത് എനിക്ക് മനസ്സിലാവണേ. അത് നമ്മൾ ഇത് ഓൾറെഡി ഡോക്യുമെന്റ് ചെയ്തു. പിന്നെ രണ്ടാമത് ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐഡിയ ഇട്ടുള്ളൂ ഇത് ഇങ്ങനെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളത്. അഫ്കോഴ്സ് പോളിഷ്ഡ് കണ്ടന്റിന്റെ ഉള്ളിൽ വ്യൂസ് കൂടുതലാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ ഓൻ്റെ കണ്ടന്റ് കാണുന്നത് അൺപോളിഷ്ഡ് റോ ഫുട്ടേജ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. ഈ സെയിം കണ്ടന്റ് സ്ട്രക്ചർ ആയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കാണാൻ താല്പര്യമില്ല, അതിനൊന്നോ എന്താന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പിന്നെ അത് തന്നെയാണ് ഓൻ്റെ വിജയം. കാരണം ചിലപ്പോൾ ചിലവർ പോളിഷ്ഡ് ഇഷ്ടപ്പെടുന്നുണ്ടോ, ചിലവർ റോ ആയിട്ടുള്ള ഇഷ്ടപ്പെടുന്നു. ഈജ് പറയാം എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റർ യൂട്യൂബിലോ മിസ്റ്റർ ബീസ്റ്റ്. എന്തുകൊണ്ട് മിസ്റ്റർ ബീസ്റ്റ്? എന്തുകൊണ്ടാണ് സെക്കൻഡ് വരാൻ നേരം? അതല്ലേ സത്യം പറഞ്ഞാൽ ഐഷോ സ്പീഡ് വരെ എനിക്ക് മിസ്റ്റർ ബീസ്റ്റ് തന്നെയാണ് ഇഷ്ടം. എന്താ ഐഷോ സ്പീഡിനെ തന്നെ ഞാനെപ്പോഴും എന്താ ചെയ്യുക, ലിമിറ്റേഷനിൽ ചെയ്യുക ആ പരിപാടിയൊക്കെ ആണല്ലോ. മിസ്റ്റർ ബീസിന്റെ ചില കണ്ടന്റ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ശരിക്കും ബോളിവുഡ് സിനിമ കാണുന്നതിനേക്കാളും വലിയ ഫീലാണ്. അമ്മാതിരി സ്കാരി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. സെക്കൻഡാണ് ഈവൻ ഐഷോ സ്പീഡ് വരെ. കാരണം അത് എന്താ വെച്ചാല് പക്ഷെ ആൾക്കാർക്ക് മൈൻഡിൽ ഇപ്പോൾ ഐഷോ സ്പീഡിന്റെ കാരണം മിസ്റ്റർ ബീസിന് അങ്ങനെ പ്രത്യേകിച്ചോ എൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സാധനമൊന്നുമില്ല. എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷെ ഐഷോ സ്പീഡിന് ഒന്നല്ല 100 കണക്കിന് സാധനമുണ്ട്. ഇപ്പൊ ലാസ്റ്റ് നോക്കുമ്പോൾ ജോൺസിനായിട്ടാ ഫൈറ്റ്. ജോൺസിനായിട്ട് ഫൈറ്റ് ചെയ്ത് ജോൺസിനെ എടുത്തെറിയ എന്നിട്ട് ഇവ റൊണാൾഡോ ജമ്പ് ചെയ്ത ഹൈറ്റില് ജമ്പ് ചെയ്യണ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ
റൊണാൾഡോന്റെ എത്ര ഹൈറ്റ് കുറവാണ്. എത്ര കുറവാണ്. പക്ഷെ ഓന് വേറെ കുറെ ഉണ്ടോ. ഓന് ഒളിമ്പിക്സ് താരത്തിന് വെട്ടിച്ചാൽ ഓടിയിട്ട് ശരിക്കും നമ്മൾ വിചാരിക്കും ലൈവ് സ്ട്രീമിങ് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ്. കാരണം ഒരക്ഷരം തെറ്റിപ്പോയാല്, അതായത് പ്രോ ആണ്, ഭയങ്കര ക്രേസി ആണ്, എന്തും വിളിച്ച് പറയും. എന്നാലും അങ്ങനെയാണല്ലോ പൊതുവെ. പക്ഷെ ആ എന്തും വിളിച്ച് പറയുന്നതിനിടക്ക് ചില കാര്യങ്ങൾ പറയാണ്ടിരിക്കുകയും വേണം. മനസ്സിലായോ? അങ്ങനെ കുറെ സംഭവം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്നലെ തൊപ്പിയും സൂപ്പർവായി ഉള്ള ലൈവ് സ്ട്രീം ഏകദേശം 34K ആൾക്കാർ ഒരേ സമയം കാണുന്നുണ്ട് ലൈവ്. അപ്പൊ സൂപ്പർവാ ഒരാളെ പേര് പറഞ്ഞു സൂപ്പർവാനെ കളിക്കുക. അപ്പൊ തൊപ്പി പറഞ്ഞ കാര്യമുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ലൈവ് സ്ട്രീം ആണെങ്കിൽ പോലും നമ്മള് കൃത്യമായിട്ട് ബോധം വരണം. കാരണം വീഡിയോ ആണ് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇവിടെ അതൊരു ഓപ്ഷൻ ഇല്ല. കാരണം അതായത് ലൈവ് തീരുന്നതിന് മുമ്പ് അതിന്റെ ക്ലിപ്സ് ആൾക്കാർ ഇറക്കും. അതായത് തൊപ്പിന്റെ ഒക്കെ ലൈവ് തീരുന്നതിന് മുമ്പ് ഉണ്ടല്ലോ ആൾക്കാർ ചെക്കന്മാര് ക്ലിപ്സ് ഇറക്കിയിട്ടുണ്ടാവും, റീൽസ് ഇറക്കിയിട്ടുണ്ടാവും. ഇതെന്താ വെച്ചാ ഇതൊരു ചെക്കന്മാരെ വെട്ടുകളി ടീംസ് അങ്ങനെയല്ല. ഇതെന്താ വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോം ആണല്ലോടാ. ആർക്ക് ഇറക്കിയാലും വ്യൂസ് കിട്ടും. തൊപ്പി എന്തായാലും ഇതൊന്നും ഇറക്കാൻ പോകുന്നില്ല. ഓനാകെ ലൈവ് സ്ട്രീമേ ചെയ്യും. അപ്പൊ ബാക്കിയുള്ളവർക്ക് ഓല അക്കൗണ്ട് റീച്ച് ഇട്ടുന്ന ആരപ്പോ വേണ്ടാതെ നിൽക്കും. ഇതൊക്കെ അങ്ങനത്തെ കുറെ കളി. ഇനിയിപ്പോ വേറെ PR വെച്ചിട്ട് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ നിഹാലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റർ ആരാണ്? ഈ യൂട്യൂബ് എടുത്ത ആരെന്താ കാണുക? ഇവിടുത്തെ ഫിൽറ്റർ ഇവന്റെ പ്രശ്നം എന്താണ്? ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ ഇങ്ങനെ ഓപ്ഷൻസ് വരും. പ്രശ്നം എന്ന് പറയുമ്പോ നമുക്ക് ആഗ്രഹങ്ങൾ കൂടും. നിഹാല് പറ. റാശി പറയും. നിഹാല് പറ. റാശി പറയും. ഇത് എന്റെ കണ്ടന്റ് നിഹാല് പറ. നിഹാല് പറടോ. പറയാൻ മടിയുള്ള ആരെങ്കിലും ഞാൻ അധികം കാണല് മറ്റേ ഓട്ടോമോട്ടീവ് സാധനങ്ങളില് അങ്ങനത്തെ ടൈപ്സ്. ഒരു കാലത്തിന്റെ ഫേവറേറ്റ് ഫ്ലൈ വീൽ ഉണ്ട്. ഫ്ലൈ വീല് മറ്റേതല്ലേ? ഫ്ലൈ വീല് മറ്റേ ഹാനി മുസ്തഫന്റെ അല്ല അത് ഇതല്ലേ? ഹാനി മുസ്തഫന്റെ പിന്നെ ഒരു ഫ്ലൈ വീൽ പോടാ. അങ്ങനത്തെ ഒരു സാധനങ്ങള് ഞാൻ പിന്നെ ഒരു സമയത്ത് ഏറ്റവും വലിയ ഡ്രിബിൻസ്കിന്റെ ഫാനായിരുന്നു. അടിപൊളി കണ്ടന്റ് ക്രിയേറ്റർ. അടിപൊളി. പക്ഷെ ഓന്റെ ലോകം മുഴുവൻ കണ്ടു തീർത്തപ്പോ പിന്നെ നമുക്കൊരു ഇത് ത്വര പോയി. പിന്നെ യൂട്യൂബിൽ സ്ഥിരമായിട്ട് കാണാം അശ്വന്ത് ഗോഖന്റെ സിനിമ റിവ്യൂ ആണ്. അതൊക്കെ വേറെ അതൊരു രസംപരമായിട്ട് അത് കണ്ടന്റ് ചിലപ്പം പിന്നെ കാണാം. ഷാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റർ ഒരു 3 ആൾക്കാരെ പേര് പറഞ്ഞത്. നിഖിൽ കാമത്ത്, ശാന്തനു ദേശ്പാണ്ഡെ, നവൽ രവികാന്ത്. പിന്നെ കണ്ടന്റ് ക്രിയേറ്റർ. അപ്പൊ ഡിഫൈൻ കണ്ടന്റ് ക്രിയേറ്റർ യൂട്യൂബില് ഹൗ ടു ഗെറ്റ് റിച്ച് അല്ല, അത് എല്ലാരും കാണണം. അത് വേറെ മെയിൻ പറഞ്ഞില്ലല്ലോ. ചെക്കന്റെ പേര് പറ. അത് ഡീഫോൾട്ട്. മറ്റേ സിനിമ പറഞ്ഞ പോലെ നമ്പർ 2 ആരാ? നമ്പർ 2 നമ്പർ 3 നമ്മൾ പറയുള്ളൂ.